മെമ്മറി ലൊക്കേഷൻ ആൻഡ് അഡ്രസ്സസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിവിടെ സൈഡിൽ ഒരു അറേ ഓഫ് മെമ്മറീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അതിൽ ഫസ്റ്റ് വേർഡ്, സെക്കൻഡ് വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ദ മെമ്മറി കൺസിസ്റ്റ് ഓഫ് മെനി മില്യൺസ് ഓഫ് സ്റ്റോറേജ് സെൽസ്. ഈച്ച് ഓഫ് ദ സെൽ ക്യാൻ സ്റ്റോർ എ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ ഹാവിങ് 0 or 1. അപ്പോൾ ഞാനിവിടെ ഒരുപാട് മെമ്മറി അറേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഓരോ മെമ്മറി അറേസിലും നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. ഡാറ്റാസ് എങ്ങനെ സ്റ്റോർ ചെയ്യാം? ആ ഡാറ്റാസ് ഏത് രൂപത്തിലായിരിക്കും? ഒന്നെങ്കിൽ അത് 0 എന്നുള്ള രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ 1 എന്നുള്ള രൂപത്തിലായിരിക്കും. അപ്പോൾ എത്ര ബിറ്റ് സ്റ്റോറേജ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത്രയും ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ഓരോ വേർഡിലും സ്റ്റോർ ചെയ്യാം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു 8 ബിറ്റ് മെമ്മറി സെല്ലാണെങ്കിൽ, 8 ബിറ്റ് ആയിട്ടുള്ള മെമ്മറി സെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 8 ബിറ്റ് സ്റ്റോർ ചെയ്യാം. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ FE എന്നുള്ള ഒരു നമ്പർ സ്റ്റോർ ചെയ്യണം. FE എന്നുള്ളത് ഒരു ഹെക്സാഡെസിമൽ ആണ്. എന്താണ് FE? 11111110. ഇതാണല്ലോ FE. ഓക്കെ, 11111110. ദിസ് ഇസ് ആക്ച്വലി ആൻ 8 ബിറ്റ് ഇൻഫർമേഷൻ. ഈ 8 ബിറ്റ് ഇൻഫർമേഷൻ നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്നു അല്ലേ? യെസ്. ഇനി നമുക്ക് മേ ബി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 16 ബിറ്റ് ആണെങ്കിലോ? 16 ബിറ്റിന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു 16 ബിറ്റ് ആണെങ്കിൽ ഞാനൊരു ഇൻഫർമേഷൻ പറയുകയാണ്. സപ്പോസ് ECF2. എന്താണ് ECF2? E എന്ന് പറഞ്ഞാൽ 1110, C എന്ന് പറഞ്ഞാൽ 1100, F എന്ന് പറഞ്ഞാൽ 1111, 2 എന്ന് പറഞ്ഞാൽ 0010. ഇത് ആക്ച്വലി ഒരു 16 ബിറ്റ് ഇൻഫർമേഷൻ ആണ്. ഈ 16 ബിറ്റ് ഇൻഫർമേഷൻ നമുക്ക് മേ ബി സ്റ്റോർ ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 16 ബിറ്റ് സെല്ലാണെങ്കിൽ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 32 ബിറ്റ് ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഞാനതിന് എക്സാമ്പിൾ പറയുകയാണ്. 32 ബിറ്റിന് F032 C1BE. ഇത് ആക്ച്വലി ഒരു 32 ബിറ്റ് ഇൻഫർമേഷൻ ആണ്. അതിൽ F എന്ന് പറഞ്ഞ ഒരു 4 ബിറ്റ്, 0 എന്ന് പറഞ്ഞൊരു 4 ബിറ്റ്, 3 എന്ന് പറഞ്ഞൊരു 4 ബിറ്റ്, 2 എന്ന് പറഞ്ഞൊരു 4 ബിറ്റ്, C എന്ന് പറഞ്ഞൊരു 4 ബിറ്റ്, 1 ഒരു 4 ബിറ്റ്, B ഒരു 4 ബിറ്റ്, E ഒരു 4 ബിറ്റ്. അപ്പോൾ നമുക്ക് എത്ര ബിറ്റ് ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യാം. പക്ഷെ അതിലുണ്ടാവുന്നത് എയ്തർ ഒന്നെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ബിക്കോസ് ഓഫ് എ സിംഗിൾ ബിറ്റ് റെപ്രസെന്റ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, the bits are seldom handled individually. The usual approach is to deal with them in group of a fixed size. ഇപ്പോൾ സിംഗിൾ ബിറ്റിന് പകരം നമ്മളൊരു ഫിക്സ്ഡ് സൈസ് ആയിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോർ ദിസ് പർപ്പസ് ദ മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് സോ ദാറ്റ് എ ഗ്രൂപ്പ് ഓഫ് n bits can be stored or retrieved in the single basic operation. Each group of n bit is referred as the word of information and n is called word length. അപ്പോൾ നമ്മൾ n-നെ അനുസരിച്ചാണ് നമ്മൾ എത്ര ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ n-ന്റെ വാല്യൂ 4 ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു 4 ബിറ്റ് ഇൻഫർമേഷൻ ഇവിടെ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന n-ന്റെ വാല്യൂ 8 ആണെങ്കിൽ നമുക്ക് ഒരു 8 ബിറ്റ് ഇൻഫർമേഷൻ ഇവിടെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ബേസിക് ലോജിക്ക്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമുക്കിവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന n ബിറ്റ് എത്ര ബിറ്റ് ആണോ അത്രയും ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതാണ് നമ്മളിപ്പോൾ പറയുന്നതിലെ ബേസിക് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആൻഡ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, നമുക്ക് 1സും 0സും ആയിട്ട് മെമ്മറീസിൽ ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യാം. അത് നമ്മൾ അതിൽ എത്ര ബിറ്റ് സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് n എന്നുള്ള വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. n-ന്റെ ബിറ്റ് സൈസ് അനുസരിച്ചാണ് നമുക്കിവിടെ ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ n ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഹാവ് എ വേർഡ് ലെങ്ത് ദാറ്റ് ഈസ് ടിപ്പിക്കലി റേഞ്ച് ഫ്രം 16 to 64 ബിറ്റ്. 16 ബിറ്റ് തൊട്ട് 64 ബിറ്റ് വരെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 8ന്റെ എക്സാമ്പിൾ പറഞ്ഞു, 4ന്റെ എക്സാമ്പിൾ പറഞ്ഞു, 16ന്റെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ 16 ബിറ്റ് തൊട്ട് 64 ബിറ്റ് വരെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ജനറലി എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 32 ബിറ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ നമ്മൾ ബിറ്റ് എങ്ങനെ ഉണ്ടായിരിക്കും? B0, B1, B2, B3 അപ് ടു B31.
ഇത് മൊത്തം ഇൻഫർമേഷൻസ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തം 32 ബിറ്റ് വരും. 32 ബിറ്റ് അല്ലേ. ഇതിലിപ്പോൾ B31, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈൻഡ് നമ്പർ ആണെങ്കിൽ, എന്താണ് സൈൻഡ് നമ്പർ? സൈൻഡ് നമ്പർ ആണെങ്കിൽ നോർമലി നമുക്ക് പോസിറ്റീവിനും നെഗറ്റീവിനും റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ സൈൻ ബിറ്റ് റെപ്രസെന്റേഷൻ യൂസ് ചെയ്യാം. അപ്പൊ നമ്മളൊരു സൈൻഡ് നമ്പേഴ്സ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ലെഫ്റ്റ് മോസ്റ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം? ക്ലിയർ? അപ്പൊ 32 ബിറ്റ് ആണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 32 ബിറ്റില് B0 എന്നുള്ളത് റൈറ്റ് മോസ്റ്റ് ബിറ്റും B31 എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റും ആണ്. ഈ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിന്റെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈൻഡ് നമ്പർ ആണെങ്കിൽ ആ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇഫ് ഇറ്റ് ഈസ് 1 that means that the number is a negative number. If that is 0 that indicates the number is a positive number. നമ്മൾ സൈൻ ബിറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ബിറ്റ് സൈസ് ഒന്നും പറയില്ല അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 32 ബിറ്റിനെ 4 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, 4 8 ബിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 8 ബിറ്റ് ഒരു ആസ്കി ക്യാരക്ടർ, സെക്കൻഡ് സെറ്റ് ഓഫ് 8 ബിറ്റിനെ, അതായത് B0 തൊട്ട് B7 വരെയാണ് ഫസ്റ്റ് സെറ്റ് വരിക, B8 മുതൽ B15 വരെയാണ് സെക്കൻഡ് സെറ്റ് വരിക, B16 തൊട്ട് B23 വരെയാണ് തേർഡ് സെറ്റ് വരിക, B24 തൊട്ട് B32 വരെയാണ് ലാസ്റ്റ് സെറ്റ്, 31 വരെയാണ് ലാസ്റ്റ് സെറ്റ് വരിക. അപ്പൊ ഇങ്ങനെ 32നെ നമുക്ക് വേണമെങ്കിൽ 4 8 ബിറ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഇഫ് ദ വേർഡ് ലെങ്ത് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് 32 ബിറ്റ്, എ സിംഗിൾ വേർഡ് ക്യാൻ സ്റ്റോർ എ 32 ബിറ്റ് സൈൻഡ് നമ്പർ ഓർ 4 ASCII encoded characters ഈച്ച് ഓക്യുപ്പൈങ് 8 ബിറ്റ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. നമുക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, എ യൂണിറ്റ് ഓഫ് 8 ബിറ്റ് ഈസ് കോൾഡ് ബൈറ്റ്. ഈ ഓരോ 8 ബിറ്റിനെയും നമ്മൾ ജനറലി പറയുന്നത് ബൈറ്റ് എന്നാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ 2 ബൈറ്റുകൾ ചേർന്നാൽ നമുക്ക് 16 ബിറ്റ് കിട്ടും, 4 ബൈറ്റുകൾ ചേർന്നാൽ നമുക്ക് 32 ബിറ്റ് കിട്ടും. ഓക്കെ, സോ ദ മെഷീൻ ഇൻസ്ട്രക്ഷൻ മേ റിക്വയർ 1 or more വേർഡ്സ് ഫോർ ദെയർ റെപ്രസെന്റേഷൻ. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ മക്കളെ എല്ലാവർക്കും? അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് മെമ്മറീസിൽ വൺസും സീറോസും സ്റ്റോർ ചെയ്യാം. ഈ വൺസിന്റെയും സീറോസിന്റെയും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം. 16 ബിറ്റ് തൊട്ട് 64 ബിറ്റ് വരെയുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാം. 16 ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 8ന്റെ ഗ്രൂപ്പായിട്ട് റെപ്രസെന്റ് ചെയ്യാം, സൈൻഡ് നമ്പേഴ്സിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതാണ് മെമ്മറി ലൊക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം കേട്ടോ. യെസ്, ഫോർ ആക്സസിങ് എ മെമ്മറി to store or retrieve a single item of information, either a word or a byte, require distinct names of addressing for each location. It is to use numbers from 0 to 2 raised to k minus 1 for some suitable value of k, the address of the successive location of the memory. അപ്പോൾ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് 0 തൊട്ട് 2 raised to k minus 1 വരെയാണ് നമ്മൾ ബിറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ബിറ്റ് ആണെങ്കിൽ നമുക്ക് മൊത്തം എത്ര വരും? 2 raised to 2 പോസിബിലിറ്റീസ് വരും. 2 raised to 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് 4. 4 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 to 3. ഓക്കെ, അതായത് 0 to നമ്മൾ 3 ബിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൊത്തം ബിറ്റ് സൈസ് വരുന്നത് 2 ക്യൂബ് ആണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, 2 ക്യൂബ് ഈസ് റെപ്രസെന്റഡ് ആസ് 8. 8 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 0 to 7 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 4 ബിറ്റ് ആണ് അടുത്തത്. 4 ബിറ്റ് ആണെങ്കിൽ നമുക്ക് 2 raised to 4 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 2 raised to 4 is nothing but 16. ഇത് നമുക്ക് 0 to 15 വരെ റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ 5 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 raised to 5 എന്ന് പറഞ്ഞാൽ 32. 32 എന്ന് പറഞ്ഞാൽ 0 to 31 വരെ ആയിരിക്കും നമ്മുടെ കേസ്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ് അനുസരിച്ച് നമുക്ക് നമ്പേഴ്സിനെ 0 to 2 raised to k minus 1 എന്നുള്ള ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. 2 raised to k minus 1 എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, 2 ബിറ്റ് ആണെങ്കിൽ 2 square minus 1. സോ ദ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 0 to 3 അല്ലെ. എന്നിന്റെ വാല്യൂ 5, കെന്റെ വാല്യൂ 5 ആണെങ്കിൽ 2 raised to k minus 1, അതായത് 0 തൊട്ട് 31 വരെ ഉള്ള ബിറ്റുകൾ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും.
ഇതാണ് നമുക്ക് മെമ്മറി ലൊക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പോൾ മെമ്മറി ലൊക്കേഷൻ ആൻഡ് അഡ്രസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല മക്കളെ, നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പറയുമ്പോഴാണ് ഇത് പൂർണ്ണമാവുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കും നമ്മൾ എത്തിയിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെമ്മറി ലൊക്കേഷൻ ആൻഡ് അഡ്രസ് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? എങ്ങനെയാണ് മെമ്മറി ലൊക്കേഷൻസ് മാർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? പ്ലീസ് എല്ലാവരും പറയൂ. ക്ലിയർ? യെസ്. അപ്പൊ നമുക്കിനി കുറച്ച് മെമ്മറി ഓപ്പറേഷൻസിനെ കുറിച്ച് പറയാം കേട്ടോ. മെമ്മറി ലൊക്കേഷൻ ആൻഡ് അഡ്രസ്. ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെ നമ്മൾ ബൈറ്റ് എന്നാണ് പറയുന്നത്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി 8 ബിറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈറ്റ് എന്ന് പറയുന്നത്. 8 ബിറ്റുകൾ ചേർന്നാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ബൈറ്റ് കിട്ടുക. എല്ലാവർക്കും അറിയാം ഈ കാര്യം അല്ലേ? 8 ബിറ്റുകൾ ചേർന്നാൽ നമുക്ക് ഈ റെപ്രസെൻറ്റേഷൻ എന്ത് പറയാം? ഒരു ബൈറ്റ് എന്ന് പറയാം അല്ലേ? യെസ്. അപ്പൊ 1024 ബൈറ്റുകൾ ചേർന്നാൽ, 1024 ബൈറ്റുകൾ ചേർന്നാൽ അല്ലെങ്കിൽ 1024 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1024 ബൈറ്റ്സിനെയാണ് നമ്മൾ ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത്, ഒരു KB. അപ്പൊ ഈ 1024 എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതിനെ നമുക്ക് 2⁻10 റെപ്രസെന്റ് ചെയ്യാം. 2⁻10 ആണ് 1024. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ 2⁻10 ബൈറ്റ്സുകൾ ചേർന്നാൽ നമുക്ക് ഇതിനെ ഒരു KB എന്ന് പറയാം, ഒരു കിലോ ബൈറ്റ് അല്ലെ? ഇങ്ങനെ 1024 KB ചേർന്നാല് 1024 KB നമ്മൾ പറയുന്നത് ഒരു MB എന്നാണ്. MB എന്ന് പറഞ്ഞാൽ മെഗാബൈറ്റ് അല്ലെ? അപ്പൊ 1024 KB നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1024 × 1024 ബൈറ്റ്സ്. അല്ലെങ്കിൽ നമുക്ക് ജനറൽ റെപ്രസെന്റ് ചെയ്യാം. ഈ 1024 എന്ന് പറഞ്ഞാൽ 2⁻10 ആണ്. 2⁻10 × 2⁻10 2⁻20 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ 2⁻20 ബൈറ്റ്സുകൾ ചേർന്നാലാണ് നമുക്കൊരു MB കിട്ടുക, ഒരു മെഗാബൈറ്റ് കിട്ടുക അല്ലെ? അതുപോലെ 1024 മെഗാബൈറ്റുകൾ ചേർന്നാൽ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ഒരു ജിഗാബൈറ്റ്, ഒരു GB. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1024 × 1024 ആയിരുന്നു ഒരു MB. 1024 × 1024 × 1024 ആണ് ഒരു GB. അതായത് 2⁻10 × 2⁻10 × 2⁻10. അപ്പൊ ഒരു GB നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2⁻30 എന്നാണ് കേട്ടോ. 2⁻30 എന്ന് പറഞ്ഞാൽ ഒരു GB എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും ഇതിന്റെ ലോജിക്ക് മനസ്സിലായോ? 1024 GB ചേർന്നാൽ നമുക്കിവിടെ കിട്ടുന്നതാണ് ഒരു TB. TB സ്റ്റാൻഡ്സ് ഫോർ ടെറാബൈറ്റ്. അപ്പൊ ഒരു ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 GB ആണ് ഒരു ടെറാബൈറ്റ്. 1024 GB ആണ് ഒരു ടെറാബൈറ്റ്. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1024 × 1024 × 1024 ആയിരുന്നു ഒരു GB. അത് ഇൻറ്റു 1024. അപ്പൊ നമുക്ക് ജനറലി 2⁻40 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 2⁻40 ബൈറ്റ്സുകൾ ചേർന്നാലാണ് ഒരു ടെറാബൈറ്റ് കിട്ടുക. ഇങ്ങനെ 1024 ടെറാബൈറ്റുകൾ ചേർന്നാൽ നമ്മൾ ഈ മെമ്മറിയെ പറയുന്ന പേരാണ് PB അല്ലെങ്കിൽ പെറ്റാബൈറ്റ്. അപ്പോൾ ഒരു പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 TB ആണ് ജനറലി എന്ത്? ഒരു പെറ്റാബൈറ്റ്. ഒരു പെറ്റാബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 TB. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1024 × 1024 × 1024 × 1024 × 1024. നമുക്ക് ജനറലി ഇതിനെ 2⁻50 എന്ന് പറയാം. 2⁻50. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പൊ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു, ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ്സാ? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ് ആണോ? ഓക്കെ. 1024 ബൈറ്റ്സ്. 1024 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? 1024 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 2⁻10 ബൈറ്റ്സുകൾ ചേർന്നാൽ നമുക്ക് ഒരു KB എന്ന് പറയാം. 2⁻20 ബൈറ്റ്സുകൾ ചേർന്നാൽ നമുക്കിതിനെ ഒരു MB എന്ന് പറയാം. 2⁻30 ബൈറ്റ്സുകൾ ചേർന്നാൽ ഇതിനെ ഒരു GB എന്ന് പറയാം. 2⁻40 ബൈറ്റ്സുകൾ ചേർന്നാൽ ഇതിനെ ഒരു TB എന്ന് പറയാം. 2⁻50 ബൈറ്റ്സുകൾ ചേർന്നാൽ ഇതിനെ ഒരു PB എന്ന് പറയാം, ഒരു പെറ്റാബൈറ്റ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എവരിവൺ പ്ലീസ്.
എല്ലാവരും പറയണേ. യെസ്, യദു, പൂജ, റോസ്, എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് ഇത് വെച്ചുള്ള ന്യൂമറിക്കൽ ചെയ്ത് നോക്കിയാലോ? ബേസിക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഇതൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. എല്ലാവരും നോക്കണേ. A byte addressable memory with a 24-bit address. Find out the number of memory locations present. How to determine this? A byte addressable memory with a 24-bit address. Find out the number of memory locations present. How to find this? ഇത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നിങ്ങൾ നോക്കൂ മക്കളെ, ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 24-ബിറ്റ് അഡ്രസ് അല്ല തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ 2⁻24 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 2⁻24. ഓക്കെ, അപ്പൊ 2⁻24 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഈ 2⁻24 ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. എങ്ങനെ എഴുതാം അതിനെ? 2⁻4 ഇൻറ്റു 2⁻20 എന്ന് എഴുതാം. അപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് 2⁻20ക്ക് നമ്മൾ പറയുന്നത് എന്താ? 2⁻20 എന്ന് പറഞ്ഞാൽ 1 മെഗാബൈറ്റ് ആണ്. 2⁻20 1 മെഗാബൈറ്റിനെയാണ് നമ്മൾ 2⁻20 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 2⁻4 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? 16 MB ആയിരിക്കും. 24-ബിറ്റ് അഡ്രസ് ഉള്ള അതിന്റെ മെമ്മറി ലൊക്കേഷൻ 16 MB ആയിരിക്കും. എല്ലാവർക്കും ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്തിട്ട് അതിന്റെ ആൻസർ പറഞ്ഞേ. എ ബൈറ്റ് അഡ്രസ്സബിൾ മെമ്മറി വിത്ത് 32-ബിറ്റ് അഡ്രസ്. ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് പ്രസന്റ്. ഹൗ ടു ഡിറ്റർമൈൻ ദിസ്? നിങ്ങളൊന്ന് ക്വിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ എങ്ങനെയാണ് 2⁻32 കണ്ടുപിടിക്കുക? 2⁻32 ഒന്ന് പറയാവോ? അതിന്റെ നിയറസ്റ്റ് യൂണിറ്റ് ആയിട്ട് നിങ്ങൾ പറയണം കേട്ടോ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. വെരി ഗുഡ് റോസ്. എനി അതർ ആൻസേഴ്സ്? യെസ്, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയാണ് 2⁻32 കണ്ടുപിടിക്കുക? 2⁻32 ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? 2⁻32 എന്ന് പറഞ്ഞാൽ 2⁻2 ഇൻറ്റു 2⁻30 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 2⁻2 ഈസ് നത്തിങ് ബട്ട് 4. ഈ 2⁻30 നമ്മൾ GB എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജനറലി 4 GB എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മാർക്ക് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മെമ്മറിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മെമ്മറീസ് നമുക്ക് 0s 1s ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. എത്ര ബിറ്റുകൾ ഉണ്ടായിരിക്കുന്നു പഠിച്ചു. 16 തൊട്ട് 64 ബിറ്റ് വരെ റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു അല്ലേ? ഇത് നമുക്ക് സൈൻഡ് നമ്പർ റെപ്രസെന്റേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. ആസ്കി സെക്സുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റ്സിന്റെ എണ്ണം 2⁻k-1 എന്നുള്ള ഫോർമുല വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. പിന്നെ ബേസിക് ആയിട്ടുള്ള ബിറ്റ് തൊട്ട് പെറ്റാബൈറ്റ് വരെയുള്ള എല്ലാ മെമ്മറി സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ?